മർദ്ദനവും മാനസിക പീഡനങ്ങളും മൂലം ആത്മഹത്യ ചെയ്ത തിരുവാലൂർ സ്വദേശി അഭിജിത്തിന് നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് കളമശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അഭിജിത്തിൻ്റെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് പാലിക്കുന്ന നിഷ്ക്രിയത്വത്തിൽ പ്രതിഷേധിച്ചും യഥാർത്ഥ പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക എന്ന ആവശ്യമുന്നയിച്ചുമാണ് പ്രകടനം നടത്തിയത്. പ്രതിഷേധ പ്രകടനം കോട്ടപ്പുറം ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അമീൻ റിയാസ് ഉദ്ഘാടനം ചെയ്തു. സാഹചര്യമാണുള്ളത്. അന്ന് വിനായകൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് എന്ന തരത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നത്. വിനായകന്റെ രൂപവും വിനായകന്റെ നിറവും വിനായകന്റെ മുടിയുടെ അഴകുമൊക്കെ നോക്കിയിട്ടാണ് പോലീസ് ഒരാളെ ഇയാളാണ് പ്രതി, അയാൾ അല്ലെങ്കിൽ ഇയാൾ കുറ്റക്കാരനാണ് എന്നൊരു കൺക്ലൂഷനിലേക്ക് പോലീസ് എത്തിച്ചേരുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസ് എന്ന് പറയുന്നത് ഇവിടുത്തെ നിയമം സംരക്ഷിക്കേണ്ട, ഇവിടുത്തെ നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് അത് വാങ്ങിക്കൊടുക്കേണ്ടുന്ന, അത് സംരക്ഷിച്ചു കൊടുക്കേണ്ടുന്ന ആളുകളാണ് ഇവിടുത്തെ പോലീസും ഭരണകൂടവും. ഇവിടുത്തെ ഇപ്പോ ഈ ആലങ്ങാട് സ്റ്റേഷനിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആളുകളോട് ചോദിച്ച ആ വിഷയം അറിയുമ്പോൾ തീർത്തും നമ്മൾ ആ വിഷയം കേൾക്കുമ്പോൾ തന്നെ തലകുനിച്ചു പോവുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ പോലീസിനെ കുറിച്ച് പല വിധത്തിലുള്ള ആരോപണങ്ങളുണ്ട്. രാജ്യത്ത് സംഘപരിവാർ അധികാരത്തിൽ വരരുത് എന്ന് രാജ്യമൊട്ടാകെ ആഗ്രഹിക്കുമ്പോൾ, സംഘപരിവാറിനെതിരായി നിലപാടെടുക്കുമ്പോൾ കേരളത്തിലെ പോലീസ്, കേരളത്തിലെ ഭരണകൂടം സംഘപരിവാറിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, BJPക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഇവിടുത്തെ പോലീസ് പലപ്പോഴും സംഘപരിവാറിന്റെ നിലപാടുകൾ ഏറ്റുപിടിക്കുന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ നമുക്ക്, അത്തരം വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറും ഇവിടുത്തെ പ്രാദേശിക നേതാക്കളും പറയുമ്പോൾ അവർക്ക് വേണ്ടി മുട്ടിലിഴയുന്ന തരത്തിലുള്ള നിലപാടിലേക്ക് ഇവിടുത്തെ പോലീസ് മാറിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അത്യന്തം ലജ്ജാവഹമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാമല്ലോ, പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ പരാതിയുമായി പോകുമ്പോൾ ആ പരാതിയുമായി വരുന്ന ആൾ ആരുമാകട്ടെ, അയാളുടെ പരാതി മേടിക്കുകയും ആ പരാതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നതിന് പകരം ആ പരാതിയുമായി വന്ന ആളെ തടഞ്ഞു നിർത്തുകയും BJPക്കാർ പൂരപ്പറമ്പിൽ നിന്ന് നടത്തിയ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് നിന്നെ ഞങ്ങൾ കാണിച്ചു തരാം, നിന്റെ ഭാവിയും തൊഴിലുമൊക്കെ ഞങ്ങൾ അവതാളത്തിലാക്കും എന്നൊക്കെ പറയാൻ ഇവിടെ പോലീസിനാരാണ് അധികാരം കൊടുത്തത് എന്നതൊരു ചോദ്യമാണ്. അതിനാരാണ് ഇവിടുത്തെ പ്രാദേശിക BJPക്കാർക്ക് അധികാരം കൊടുത്തത് എന്നതൊരു ചോദ്യമാണ്. കാരണം ഇവിടുത്തെ പൗരാവകാശങ്ങൾക്ക് മേൽ, മനുഷ്യാവകാശങ്ങൾക്ക് മേൽ കടന്നു കയറാൻ ഒരാൾക്കും ഒരനുമതിയും ഇവിടെ ആരും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാൽ അയാളെ പരാതി വാങ്ങി അത് അന്വേഷിച്ച് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുക, മൊഴി രേഖപ്പെടുത്തുക എന്നൊക്കെ ഉള്ളതാണ്. അതിനൊക്കെ പകരം ആ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരാളെ തടഞ്ഞു വെച്ച്, അയാളെ കരുതൽ തടങ്കലിൽ വെച്ച്, അയാളുടെ വാഹനമടക്കം പിടിച്ചു വെച്ച്, എവിടെന്നോ ആരോ പൂരപ്പറമ്പിൽ കേട്ട ആരോപണങ്ങൾ ഏറ്റുപിടിച്ചിട്ട് അയാളെ കൈകാര്യം ചെയ്യുകയും മർദ്ദിക്കുകയും, പിന്നെ നീ വിദേശത്ത് പോകാനൊക്കെ ശ്രമിച്ചാൽ അതിനുള്ള രേഖകളൊക്കെ തരാതിരിക്കാൻ കഴിയുമെന്നും മഫ്തിയിലും യൂണിഫോമിലും ഒക്കെ ഉള്ള പോലീസുകാർ ആവർത്തിച്ച് പറയുമ്പോൾ അത് ഇവിടുത്തെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരവാഴ്ച അത്യന്തം പേടിപ്പിക്കുന്ന ഭീകരവാഴ്ചയാണ് എന്നതിൽ പിന്നെ യാതൊരു സംശയവുമില്ല. കളമശ്ശേരി മണ്ഡലം പ്രസിഡന്റ് മുസമ്മിൽ കളമശ്ശേരി അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി കളമശ്ശേരി മണ്ഡലം സെക്രട്ടറി സലാഹുദ്ദീൻ, SDPI കളമശ്ശേരി മണ്ഡലം കമ്മിറ്റി അംഗം നാസിം പുളിക്കൽ, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി അംഗം ഫർഹാൻ, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കളമശ്ശേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് സദ്ദാം വാലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, ആലുവ.